മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പള്ളിയുടെ കൊച്ചിയിലെ വീട്ടിൽ NIA റെയ്ഡ്. ലാപ്ടോപ്പും പെൻഡ്രൈവും റെയ്ഡിൽ പിടിച്ചെടുത്തു. ചോദ്യം ചെയ്യലുമായി മുരളി കണ്ണമ്പള്ളി സഹകരിച്ചില്ല. രാവിലെ 6 മണിയോടെയാണ് തേവയ്ക്കലുള്ള മുരളി കണ്ണമ്പള്ളിയുടെ വീട്ടിലേക്ക് ഹൈദരാബാദിൽ നിന്നുള്ള NIA സംഘം എത്തിയത്. ഗേറ്റിന്റെ പൂട്ടുപൊളിച്ച് വീടിനകത്ത് കയറി. മുൻപ് പിടിയിലായ മാവോയിസ്റ്റ് നേതാവ് സഞ്ജീവ് ദീപക് റാവുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. NIA തനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR കെട്ടിച്ചമച്ചതാണ്. തെക്കേ ഇന്ത്യയിലും ഭീമാ കൊറേഗാവ് മാതൃക സൃഷ്ടിക്കാൻ NIA ശ്രമിക്കുന്നുവെന്നും മുരളി കണ്ണമ്പള്ളി. അതായത് എവിടെയോ ആരോ കമ്മിറ്റി കൂടി ഞങ്ങളെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അവർ ഞങ്ങളെ വിവരം അറിയിച്ചതായിട്ടോ ഞങ്ങൾ ഈ വിവരം അറിഞ്ഞതായിട്ടോ ഇവരാരെങ്കിലും ഞങ്ങൾ വന്ന് കണ്ടതായിട്ടോ ഞങ്ങൾ ഇതിന് സമ്മതിച്ചായിട്ടോ ഒന്നുമില്ല. അതിൽ ഇതാണ് കേസ്. അപ്പോൾ NIA ചോദ്യം ചെയ്ത സമയത്ത് ഇവിടെ കളമശ്ശേരി അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു, ഇപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി NIA ഡയറക്ടർ അതുപോലെയുള്ള കുറേ NIA പ്രമുഖരെയൊക്കെ തന്നെ CPI മാവോയിസ്റ്റിൻ്റെ പ്രവർത്തകരാക്കാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു കടലാസിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ UAPA കേസ് എടുക്കാൻ പറ്റുമോ? അതാണിപ്പോൾ അവർ ചെയ്തിരിക്കുന്നത്. കൃത്രിമമായ തെളിവുകൾ ഉണ്ടാക്കി ആരെങ്കിലൊക്കെ പിടിച്ച് മാപ്പ് സാക്ഷിയാക്കി കള്ളക്കേസ് ഉണ്ടാക്കുക, ആൾക്കാരൊക്കെ പിടിച്ച് അകത്തിടുക, ഇതാണ് ഇവരുടെ പരിപാടി. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു, NIA എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് യാതൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഹാച്ചറ്റ് മാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പറയുന്ന കൊട്ടേഷൻ പണി ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. മോളിൽ നിന്നൊരു ഉത്തരവ് വരും, അവനൊക്കെ പിടിച്ച് അകത്തിടുക, അപ്പോൾ എന്തെങ്കിലും ഒരു കള്ളക്കേസ് ഉണ്ടാക്കണം, കേസ് ഉണ്ടാക്കി പിടിച്ചു വന്നു. ഇതാണ് ഇപ്പോൾ നടന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ ധ്വംസനത്തിൻ്റെ ഒരു മുഖമാണ് ഇപ്പോൾ ഇന്ന് കണ്ടത്. ലാപ്ടോപ്പും പെൻഡ്രൈവും വീട്ടിൽ നിന്ന് NIA പിടിച്ചെടുത്തു. വീണ്ടും ചോദ്യം ചെയ്യാനെത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനും വ്യാജ FIRനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുരളി കണ്ണമ്പള്ളി വ്യക്തമാക്കി. 24 കൊച്ചി.